ഡോക്ടറെ എനിക്ക് ഇപ്പോൾ ഒരു ചോദിക്കാനുള്ളത് എന്താ വെച്ചാൽ ഇപ്പം നമ്മൾ ഈ ഡയറ്റ് വലിയൊരു വിഷയമാണ്. ഇതിൽ തടി കുറക്കുക, ഈ തടിയുള്ളവർക്ക് ഒബിസിറ്റി ഇഷ്യൂസ്, ഒരു ബോഡി എങ്ങനെ എല്ലാവരും ചോദിക്കും എങ്ങനെ തടി കുറക്കാൻ പറ്റുക, ഇവർക്ക് ഭക്ഷണം നിയന്ത്രിക്കാൻ വയ്യാത്ത പ്രശ്നങ്ങൾ, അതേപോലെ ഈ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് തിന്നും, ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാനുള്ള മടി, ഇതിന് വല്ല ഗുളിക ഉണ്ടോ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് പലരും. നിങ്ങളെങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ ശരിക്കും ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ നടക്കുന്നത്. പക്ഷെ പലരും ചോദിക്കാറുണ്ട്. ഇപ്പം നമുക്കിപ്പോൾ ഈയിടെയായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുന്നൊരു ഇഞ്ചക്ഷനെ കുറിച്ച് എന്തോ കേട്ടു. എന്താണ് അതിനെക്കുറിച്ചൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എന്താ വെച്ചാൽ ഇപ്പോൾ വൈറലായിരിക്കുന്നത് സെമാഗ്ലൂട്ടൈഡ് എന്ന് പറയുന്ന ഇഞ്ചക്ഷനാണ്. ഒരു GLP-1 റിസപ്റ്റർ അഗോണിസ്റ്റ് എന്നുള്ള മരുന്നാണ്. അതായത് ഇപ്പോൾ വൈറലാവാൻ കാരണം എന്താ വെച്ചാൽ അതിൻ്റെ പ്രൈസ് കൺട്രോൾ വന്നതിന് ശേഷമാണ്. സാധനം കുറച്ച് നേരത്തെ ഉണ്ട് ഇവിടെ, പക്ഷെ അന്നൊക്കെ ഭയങ്കര പ്രൈസ് കൂടുതലായിരുന്നു. ഈ സെമാഗ്ലൂട്ടൈഡ്, ലിറാഗ്ലൂട്ടൈഡ്, എക്സനാറ്റൈഡ്, ടിർസാപ്പാറ്റൈഡ് എന്നൊക്കെ പറഞ്ഞ പല മരുന്നുകൾ ഒരുപാട് സംഭവങ്ങളുണ്ട്. മറ്റേതിനൊക്കെ ഇപ്പോഴും വിലയുണ്ട് കേട്ടോ. 15,000, 20,000, 30,000, 40,000 രൂപ വരെ മാസം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ തടി കുറയ്ക്കാൻ വേണ്ടി ഒരു മാസം എടുത്താൽ പോരാ, ഇത് എടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ സംഭവം ആഴ്ചയിലൊന്നും എടുത്താൽ മതി. പക്ഷെ നമ്മൾ 20,000 രൂപ അല്ലെങ്കിൽ മാസത്തേക്ക് 20,000, 25,000 ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞ ആൾക്കാർ അത്ര അഫോർഡബിൾ അല്ല നമ്മുടെ നാട്ടിൽ. ഇപ്പോൾ അത് അതിൻ്റെ പേറ്റൻസി കഴിഞ്ഞപ്പോൾ 2,000 രൂപ, 1,500, 2,500, 3,000, 4,000 ഒരു മാസത്തേക്കുള്ള മരുന്നുണ്ട്. ഇത് ആൻറ്റി ഡയബറ്റിക് ഡ്രഗാണ്. അത് ഷുഗറിന് വേണ്ടിയിട്ടുള്ള മരുന്നാണ്. അപ്പോൾ അതിനകത്ത് ഇതിൻ്റെ എക്സ്ട്രാ ഒരു റോള് തലയിൽ നമ്മുടെ ഭക്ഷണം കഴിച്ചുമ്പോൾ വയറ് നിറഞ്ഞെന്ന് തോന്നിപ്പിക്കുന്ന ഒരു സെൻട്രൽ ആക്റ്റീവ്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും വയറ് നിറഞ്ഞ ഫീൽ ഉണ്ടാവും. പിന്നെ ഭക്ഷണം കഴിക്കുന്ന അനുസരിച്ചിട്ട് ശരീരത്തിൽ ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാനും ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കാനും വയറ്റിൽ നിന്ന് ഭക്ഷണം കുടലിലോട്ട് ഇറങ്ങിപ്പോകുന്ന ടൈം കുറച്ചധികം സമയം എടുപ്പിക്കുക. അപ്പോൾ പതുക്കെ പോകുള്ളൂ. അപ്പോൾ കുറേ സമയം വയറ്റിൽ ഫുഡ് നിൽക്കുന്നതുകൊണ്ട് വേറെ കഴിക്കാനൊന്നുമില്ല. അങ്ങനെ പല മെക്കാനിസം വഴിയാണ്. പലർക്കും പല രീതിയിലാണ്. അല്ല, ഇതെല്ലാം ഈ ആക്ഷൻസ് ഈ മരുന്നിൻ്റെ കോമൺ ആണ്. അപ്പോൾ ഈ ആക്ഷൻസ് എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ ഇതുവഴിയാണ്, ഈ പല മെക്കാനിസം വഴിയാണ് വെയിറ്റ് കുറയണതും ഷുഗർ കുറയണതും. അപ്പോൾ ഇതിനകത്ത് ഞാനീ പറഞ്ഞ 2-3 മോളിക്യൂൾ പറഞ്ഞില്ലേ, ചില മോളിക്യൂൾ ദിവസവും ഇഞ്ചക്ഷൻ എടുക്കണം, ഇൻസുലിൻ പോലെ. ഈ സെമാഗ്ലൂട്ടൈഡ് എന്ന് പറയുമ്പോൾ ആഴ്ചയിലൊന്നും എടുത്താൽ മതി. അപ്പോൾ അത് ആഴ്ചയിൽ ഒരു ദിവസം, ആ ആഴ്ച തന്നെ റിപ്പീറ്റ് ചെയ്ത് പോകാം. അതാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ്. അപ്പോൾ ഹാഫ് ലൈഫ് അത്രയും നീണ്ടു നിൽക്കുന്നതുകൊണ്ടാണ് പറ്റണത്. ഇതിൻ്റെ എന്തെങ്കിലും സൈഡ് എഫക്റ്റോ അങ്ങനെ എന്തെങ്കിലും? നമ്മൾ ഈ മരുന്ന് ശരിക്കും ഈ ലോകത്തൊക്കെ സ്റ്റഡി ചെയ്തേക്കുന്നത് 2.4 മില്ലിഗ്രാം ആഴ്ചയിൽ ഒരു ഡോസ് ഇഞ്ചക്ഷൻ എടുത്തിട്ട് ആണ് വെയിറ്റ് ലോസിനെ കുറിച്ച് സ്റ്റഡി ചെയ്തേക്കുന്നത്. അപ്പോൾ 2.4 എടുക്കുമ്പോൾ ഭയങ്കര പ്രശ്നങ്ങളുണ്ടാവും. അതായത് ഭയങ്കര പ്രശ്നം എന്ന് ഉദ്ദേശിച്ചത് വയറിന് അസ്വസ്ഥത, ഛർദ്ദിക്കാൻ വരിക, വയറ് വീർത്ത് നിൽക്കണ പോലെ, എന്തെങ്കിലും നമുക്ക് പറ്റാതെ കഴിക്കുമ്പോൾ ഉള്ള പോലെ, വയറിളക്കമുള്ള പോലെ, വയറിളക്കൊക്കെ വരാം. അപ്പോൾ അത് ആദ്യം ടോളറേറ്റ് ചെയ്യുന്നതിന്, നമ്മൾ സഹിച്ച് റെഡിയാവുന്നതിന് വരെ ആദ്യം ഒരു 0.25 ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ആഴ്ചയിൽ ഒരു ഇഞ്ചക്ഷൻ വെച്ചിട്ട് അങ്ങനെ 4 ഡോസ് 0.25 കൊടുത്തിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് 0.5 ആക്കും. പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് 1 ആക്കും. മിക്കവാറും നമ്മളിവിടെ 0.5-ലോ 1 എടുത്ത് കഴിയുമ്പോൾ തന്നെ ആൾക്കാരെ വെയിറ്റ് റെഡ്യൂസ് ചെയ്ത് വരുന്നുണ്ട്. എന്നിട്ടും കുറയണില്ലെങ്കിൽ 1.7-ഓ 2.4 ഒക്കെ നോക്കാറുള്ളൂ. 2.4 ഒന്നും പലർക്കും വേണ്ടി വരാറില്ല. 1 or 1.5 എടുക്കുമ്പോൾ 1.7 എടുക്കുമ്പോൾ തന്നെ വെയിറ്റ് കുറഞ്ഞു വരുന്നുണ്ട്. ഇതേ ഡോസ് തന്നെയാണ് നമ്മൾ 1 വരെയുള്ള ഡോസ് തന്നെയാണ് ഷുഗറിന് വേണ്ടി എടുക്കുന്നതും. ഷുഗറിന് ഈ ഷുഗർ കുറയും. അതായത് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനം റിലീസ് ചെയ്യും. അതായത് വെറുതെ ഒരാൾക്ക് ഇഞ്ചക്ഷൻ എടുത്താൽ ഷുഗർ കുറയൂല. അങ്ങനെ സേഫ്റ്റി ഉണ്ട്. ഹൈപ്പോഗ്ലൈസീമിയ വരാനുള്ള ചാൻസ്, ഷുഗർ പറ്റേ കുറഞ്ഞു പോകുന്ന സാധ്യത കുറവാണ്, ചാൻസ് കുറവാണ്. ഭക്ഷണം ഉണ്ടെങ്കിലാണ് കുടലിൽ നിന്നൊരു ഇൻഗ്രറ്റ് എന്നൊരു സാധനം റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ സാധനം ആർട്ടിഫിഷ്യൽ ഉണ്ടാക്കുന്നതാണ് ഈ സാധനം ചെയ്യുന്നത്. അപ്പോൾ ഭക്ഷണം ചെന്നാലേ അത് റിലീസ് ആവുള്ളൂ. അപ്പോൾ തലയിലുള്ള ആക്ഷനും വയറ്റിൽ നിന്ന് ഭക്ഷണം പോകുന്ന സ്ലോ, ഗാസ്ട്രിക് ട്രാൻസിറ്റ് ടൈം കുറച്ച് കൂടുതൽ എടുക്കുന്നതുകൊണ്ടൊക്കെ ഫർദർ ഭക്ഷണം കഴിക്കാൻ തോന്നില്ല. ഭക്ഷണം കഴിപ്പ് കുറവായിരിക്കും. അങ്ങനെ തന്നെ ആൾ മെലിയും. ഇപ്പോൾ ഡോക്ടർ കൊടുത്ത ആൾക്കാരിൽ എത്രത്തോളം റിസൾട്ട്? ഞാനിപ്പോൾ ആദ്യത്തെ ആൾക്കാർക്ക് ഇപ്പോൾ 3 മാസം മുമ്പാണ് കൊടുത്തത്. അവരിപ്പോൾ 1 മില്ലിഗ്രാം 4 ആഴ്ച കഴിഞ്ഞു. 10% വെയിറ്റ് ഇപ്പോൾ ഈ 3 മാസത്തിനകത്ത് കുറഞ്ഞു. അത് നമ്മൾ വെയിറ്റ് റിഡക്ഷൻ പ്രതീക്ഷിക്കുന്നത് തന്നെ 1 മില്ലിഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ്. അപ്പോൾ 1 മില്ലിഗ്രാം ആയിട്ട് ഒരു മാസം 4 ആഴ്ച എടുത്തിട്ടുള്ളൂ. അപ്പോൾ അറൗണ്ട് 100 kilograms ഉണ്ടായിരുന്നു. ഇപ്പം 91 kilogram ആയിട്ടുണ്ട്. ഭയങ്കര ചേഞ്ചസ് ആണല്ലോ. ശരിക്കും നമ്മൾ ഇതോടൊപ്പം പ്രോട്ടീൻ റിച്ച് ഫുഡും കൂടെ കഴിക്കണം. പ്രോട്ടീൻ എന്തെങ്കിലും പല കമ്പനികളും ഇതിൻ്റെ കൂടെ പ്രോട്ടീൻ്റെ ഒരു പൗഡർ കൂടെ എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. അതായത് മസിൽ വേസ്റ്റിംഗ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി. പിന്നെ എക്സസൈസ് ബേസിക്കലി നമ്മൾ ഫിറ്റ് ആയിട്ടിരിക്കുന്നതിൻ്റെ
പുറകിൽ എക്സസൈസും ഭക്ഷണ നിയന്ത്രണം തന്നെയാണ്. ഇത് നമ്മളൊരു സപ്പോർട്ട് ചെയ്യുന്ന സാധനമാണ്. ഇതിനകത്ത് പെട്ടെന്ന് റിസൾട്ട് കിട്ടും. നമ്മളിപ്പോൾ എക്സസൈസ് ഒക്കെ ചെയ്ത് മതിയായി 2-3 മാസം 5-6 മാസം 1 കൊല്ലമൊക്കെ എടുത്തിട്ട് ഒരു അനക്കമില്ലാത്തവർക്ക് ഇതെടുക്കുമ്പോൾ നല്ല മോട്ടിവേഷനാണ്, പെട്ടെന്ന് കുറയും. പിന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സസൈസ് കണ്ടിന്യൂ ചെയ്യണം. അതല്ല നമ്മൾ നിർത്തി കഴിഞ്ഞാൽ വീണ്ടും 1-2 ആഴ്ചയിൽ 1 മാസത്തിനകത്ത് വീണ്ടും വിശപ്പ് കൂടും, ഭക്ഷണം കഴിക്കും, തടി കൂടാൻ ചാൻസ് ഉണ്ട്. കോർണർ സ്റ്റോൺ എക്സസൈസും ഭക്ഷണ നിയന്ത്രണമാണ്. അതിൻ്റെ കൂടെ ഇതും കൂടെ ഉണ്ടെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവും, ഭയങ്കര എഫക്റ്റ് ആവും. അപ്പോൾ ഇതൊരു സാധാരണക്കാരന് അഫോർഡബിൾ ആയിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. ആകെ നമ്മൾ 2-3 കണ്ടീഷനൊക്കെ പറയും. അതായത് ഫാമിലിയിൽ തൈറോയ്ഡ് ക്യാൻസർ ഒക്കെ ഉള്ള ആൾക്കാരൊന്ന് ശ്രദ്ധിക്കണമെന്നും, പിന്നെ MEN 2 എന്നൊക്കെ പറയുന്ന അസുഖമുള്ള ആൾക്കാരുണ്ട്, റയറായിട്ടുള്ള സിൻഡ്രോമുകളാണ്, അങ്ങനെയുള്ളവരൊന്ന് നോക്കണം എന്ന് പറയാറുണ്ട്. പിന്നെ അപൂർവം ചിലർക്ക് പാങ്ക്രറ്റൈറ്റിസ്, പിത്തസഞ്ചിയിൽ കല്ല്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് വളരെ റയറാണ്. അപ്പം അങ്ങനെയുള്ള ചിലർക്ക് ഇത് എടുത്തിട്ട് വയറ്റിളക്കം സഹിക്കാൻ പറ്റാതെ നിർത്തേണ്ടി വരും. അപ്പം നമ്മൾ ഡോസ് എടുത്ത് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകും. അത് വളരെ 1000-ൽ ഒരാൾക്കൊക്കെയാണ്, വളരെ റയർ കേസുകളാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഏജ് ലിമിറ്റ് ഉണ്ടോ? ഏജ് ലിമിറ്റ് യങ്ങായിട്ടുള്ള ആൾക്കാരോട്ട് എടുക്കാം. 18-17 ഏജ് തൊട്ടിട്ട് പ്രായം അങ്ങേറ്റം 75-80-90 വയസ്സ് വരെയൊക്കെ ആണെങ്കിൽ എടുക്കാം. കിഡ്നിക്ക് കുഴപ്പമുള്ളവർക്കും കുഴപ്പമൊന്നുമില്ല, എടുക്കാം. പിന്നെ ഗർഭിണികൾ സാധാരണ പഠനങ്ങളൊന്നും ഗർഭിണികൾ നടത്താത്തതുകൊണ്ട് ഗർഭം ആവാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അതിന് 2 മാസം മുന്നേ നിർത്തണം എന്ന് പറയും. അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഒരു ലൈഫ് ചേഞ്ചിങ് ഡ്രഗാണ്. നമ്മുടെ ഇതുവരെയുള്ള ഒബീസിറ്റിക്ക് വേണ്ടിയിട്ട് വേറെ മരുന്നുകൾ വന്നിട്ടൊക്കെ ഫെയിലായി പോയെങ്കിലും ഇത് മാർക്കറ്റിൽ ഇപ്പോൾ നല്ലൊരു വലിയൊരു സംഭാവന. ഇതുവരെയുള്ള മരുന്നുകൾ 5 തൊട്ടിട്ട് ഒരു 5% വരെയൊക്കെ തടി കുറച്ചിലുള്ളൂ. പിന്നെ നമ്മൾ ഗ്യാസ്ട്രിക് സർജറിയാണ്, ബേരിയാട്രിക് സർജറി ചെയ്തിട്ടാണ് ഒരു 30% തടി കുറയ്ക്കുക. അപ്പോൾ അതിനിടയിൽ ഒരു വലിയ ഗ്യാപ്പ് ഉണ്ടായിരുന്നു, ഒരു 20%. അത് 15 തൊട്ടിട്ട് 20% ഈ മരുന്ന് അവിടെ റീപ്ലേസ് ചെയ്ത് വരികയാണ്. അതിന് ആഴ്ചയിലൊന്ന് എടുത്താൽ മതി എന്നുള്ള വലിയ അഡ്വാൻറ്റേജ്. ഇപ്പോൾ പൈസ കുറഞ്ഞതുകൊണ്ട് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് കുറേ ആൾക്കാർക്ക് അഫോർഡ് ചെയ്യാം. തടി കൂടി മുട്ട് തേയ്മാനം വരുന്ന ആൾക്കാർ, പിന്നെ ഷുഗർ ഉണ്ടായിട്ട് നല്ല തടിയുള്ള ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ ഉന്മേഷം ആവശ്യം വരും. തടി കൂടി ഷുഗറും ഉണ്ട്, നല്ല തടിയുണ്ട്. അപ്പോൾ നോർമലി തടി കുറയുമ്പോൾ ഷുഗർ കുറയും, പിന്നെ ഈ മരുന്നിൻ്റെ എഫക്റ്റ് കൊണ്ട് കുറയും. അപ്പോൾ അഡീഷണൽ എടുക്കുന്ന മരുന്നുകളും ഇൻസുലിനൊക്കെ ഡോസ് കുറച്ച് കൊണ്ടുവരാം. അപ്പോൾ അത് ആലോചിക്കാവുന്നതാണ്. ഇപ്പോൾ ഈ റേറ്റിലൊക്കെ വരുമ്പോൾ തടിയുടെ ബുദ്ധിമുട്ടുകൊണ്ട് അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. ആരെങ്കിലും എന്തൊക്കെ പറഞ്ഞാലും ഈ തടിയുള്ളവർക്ക് അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഒരുപാട് റെസ്ട്രിക്ഷൻസും ഉണ്ട്, ഒരുപാട് ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിലും ഉണ്ട്. നമ്മൾ BMI നോക്കുന്ന സമയത്തെ BMI എന്ന് പറയുമ്പോൾ ബോഡി മാസ് ഇൻഡെക്സ്, കിലോഗ്രാം വെയിറ്റ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ നോക്കും. അത് നമ്മളിപ്പോൾ 60 കിലോ ഉള്ള ആൾ 160 സെൻറ്റിമീറ്ററാണ്, 60 ഡിവൈഡ് ബൈ 1.6 × 1.6 ആ കിട്ടുന്ന വാല്യൂ. ആ വാല്യൂ ബിലോ 25 ആണ് നല്ലത്. അതിന് മുകളിലായി ഓവർ വെയിറ്റ് ആയി, 28 മുകളിലായി ഒബീസായി, അത് 30-32 ഉള്ള ആൾക്കാരുണ്ട്. ചെറിയൊരു കയറ്റം പോലും വയ്യ നടക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഇതെടുത്ത് ഒബീസിറ്റി ഒക്കെ ഒന്ന് കുറച്ച് കൺട്രോൾ ആയി നല്ലതാണ്. അതെ, അതിനുശേഷം എക്സസൈസ് ഇങ്ങനെ അതിന്റെ കൂടെ തന്നെ ചെറിയ രൂപത്തിൽ അതെ പറ്റുമെങ്കിൽ ഡയറ്റീഷ്യനെ കാണാം, ഡയറ്റ് ഒന്ന് മോഡിഫൈ ചെയ്യുക, എക്സസൈസും കൂടെ മോഡിഫൈ ചെയ്ത് നടക്കാൻ പറ്റാത്തവർക്കൊക്കെ ഒന്ന് ഉഷാറായി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് ഫോളോ അപ്പിലങ്ങ് പോകാം. എന്തായാലും എൻ്റെ കുറച്ച് സുഹൃത്തുക്കളുണ്ട്, ഞാൻ എത്രയും പെട്ടെന്ന് ഞാൻ അവരെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം. എന്തായാലും ആയിക്കോട്ടെ.